ലതാഫ മാർക്കറ്റിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് ലതാഫിന്റെ ഖംറ ദുഖാൻ എന്ന് പറയുന്ന ഈ പെർഫ്യൂം. നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒന്നും പറയാനില്ല, JPG ലേമൽ എലക്സറിന്റെ ഒരു ടോപ്പ് DN അല്ലെങ്കിൽ ബെസ്റ്റ് ക്ലോൺ എന്ന് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ലതാഫ ഖംറ നമുക്ക് അറിയുന്നതാണ്. ഞാൻ ഇതിന്റെ മുന്നത്തെ റിവ്യൂല് ഒരുപാട് റിവ്യൂ നമ്മൾ ചെയ്തു പോയതാണ്. ഓരോ പെർഫ്യൂമും പല രീതിയിലാണ്. കാരണം കറക്റ്റ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നും പറ്റിക്കൊള്ളൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാം. ഇത് 5 ml 3 ml പാക്കുകൾ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും ചെറിയ പ്രൈസ് ഇട്ടിട്ട് 3 കൂടി 5 ml 3 പീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മളെ കയ്യിലുള്ളത് ലതാഫിന്റെ ഖംറ എന്ന് പറയുന്ന ഈ പെർഫ്യൂം, ലതാഫിന്റെ ഖംറന്റെ കഹ്വ എന്ന് പറഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തതും, ലതാഫിന്റെ ഖംറ ദുഖാൻ എന്ന് പറയുന്ന ഈ പെർഫ്യൂം. ഇത് മൂന്നും നമ്മളെ കയ്യിൽ. ദുഖാന്റെ നോട്ട്സ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ JPG ലേമൽ എലക്സറിന്റെ ഫ്രാഗ്രൻസ് നോട്ട്സ് എങ്ങനെയാണോ അതേ നോട്ട്സ് അയക്കാനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എനിക്കിത് ബോക്സ് പീസ് കിട്ടി, ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് സ്മെല്ലെടുത്തപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് എൻ്റെ മൈൻഡ് പോയത് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഇമേജ് എൻ്റെ മൈൻഡിൽ വന്നത്. കറക്റ്റ് ഇതിൻ്റെ സ്മെല്ല്, ആ ഒരു സിനിമൻ, ഗ്രാമ്പു, ഏലക്ക, ആ ഒരു സ്പൈസസ് നോട്ട്സും കൂടി കൂടിയ വാമു സ്പൈസസ്, അങ്ങനത്തെ ഒരു സ്പൈസി നോട്ട്സുകളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ആയിക്കാണ്ടാണ് നമുക്ക് കറക്റ്റ് ലതാഫിന്റെ ഖംറ ദുഖാൻ പരിചയപ്പെടുത്താൻ പറ്റുക. കുറച്ച് റെഡ് ഷെയ്ഡ് ബോട്ടിൽ അടിക്ക് കുറച്ചുകൂടി ഡാർക്ക് ഒരു കോഫി ഡാർക്ക് ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലതാഫിന്റെ ഖംറയിൽ ദുഖാനിൽ നോട്ട്സിൽ നല്ലൊരു ആംബറിന്റെ നോട്ട്സ് ചെറുതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിന്റെ മിഡിൽ നോട്ട്സിലാണെങ്കിൽ ഒരു വാമു സ്പൈസസും ചെറിയൊരു സ്വീറ്റ് നോട്ട്സും അതിന്റെ മിഡിൽ നോട്ടിൽ ചെറിയ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ മിഡിൽ നോട്ട് കയറിനോട് കൂടി കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നത് ടബാക്കോന്റെ സ്മെല്ലും ചെറിയൊരു ബൽസമിക് സ്മെല്ലൊക്കെയാണ് അതിന്റെ മിഡിൽ നോട്ടിൽ. ബേസ് നോട്ടിൽ പക്ക സ്മോക്കി സ്മെല്ല്, ആ ഒരു വെറൈറ്റി ഫീലൊക്കെ നമുക്ക് കാര്യമായി ഇതിന്ന് കിട്ടും കേട്ടോ. ഈ ദുഖാൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് അത്ര തന്നെ ഇഷ്ടമായിട്ടില്ല. പക്ഷെ നമ്മൾ ക്ലോത്തിൽ പറയുമ്പോൾ ഞാൻ ഇട്ട ക്ലോത്ത് ഇങ്ങനത്തെ ചെറിയൊരു പോളിഷ് ടച്ചുള്ള ക്ലോത്താണ്. ഈ ഒരു ഫാബ്രിക്കിൽ പോലും നമുക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ഇത് സ്മെല്ല് എൻ്റെ പെർഫ്യൂം അടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്ന ഒരു 3-4 മണിക്കൂർ വരെ ലാസ്റ്റിങ് തിരക്കടില്ലാതെ നമുക്ക് ഇതിനെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ പെർഫ്യൂം ദുഖാനിൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ റിവ്യൂ ചെയ്തു പോയതാണ്. ജസ്റ്റ് ഇതും കൂടി പറയാൻ നോട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കോഫി നോട്ട്സ് ആണ് കാര്യമായി നമുക്ക് ഓപ്പണിംഗ് മുതലിൻ്റെ ആ വേസ് വരെ ലാസ്റ്റ് വരെ വന്നും പോയി നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് എന്നുള്ളത് ഈ കോഫി സ്മെല്ലാണ്. കൂട്ടത്തിൽ ലാസ്റ്റിങ് നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ എന്തായാലും 6 hourന്റെ ഷുവറായിട്ട് നമുക്ക് ഇതായാലും ദുഖാനായാലും കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലതാഫിന്റെ ഖംറ ആണെങ്കിലും കിട്ടുന്നുണ്ട്. അതിൽ പറയപ്പെട്ട പോലെ തന്നെ നോട്ട്സൊക്കെ കയറുമ്പോൾ ആ വാമ സ്പൈസസ്, ചെറിയൊരു സ്വീറ്റ്, നല്ലൊരു വെനില, ഫ്രഷ് വെനിലന്റെ ഫ്രാഗ്രൻസ് ആണ് ഓപ്പൺ നോട്ട്സിൽ. മിഡിൽ നോട്ടൊക്കെ വരുന്നോട് കൂടി ചെറിയതായിട്ട് സ്മെല്ല്, നല്ലൊരു കോഫിന്റെ സ്മെല്ല്, ഒരു ആംബറിന്റെ ചെറിയൊരു വുഡ് ആംബറിന്റെ ഒക്കെ സ്മെല്ലും കാര്യമായി നമുക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബേസ് നോട്ടിലാണെങ്കിൽ തന്നെ ഫ്രഷ് സ്പൈസസുകളൊക്കെ ചെറിയ രൂപത്തിൽ നമുക്കിങ്ങനെ ഫീൽ ആക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ഈ നോട്ട്സ് എന്നുള്ളത്. ഈ ലതാഫിൻ്റെ ഖംറൻ നോട്ട്സും ഇതേപോലെ തന്നെ ആ ഒരു കോഫി സ്മെല്ലും സിനിമണും ഗ്രാമ്പു ഇങ്ങനത്തെ ഒരു ഫീലൊക്കെയാണ് ലതാഫിൻ്റെ ഖംറയിലും. ഷെയറിൻ്റെയൊക്കെ ആ സ്മെല്ലും ടബ്രോസിൻ്റെ സ്മെല്ലൊക്കെ ചെറിയ രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് 3 നമ്മൾ 5 ml ഒറിജിനൽ ജ്യൂസ് ചെറിയ ബോട്ടിലേക്ക് വലിച്ചിട്ട് 3 ml ഇത് 3 നമുക്ക് 3 ml ഒറിജിനൽ ജ്യൂസ് ചെറിയ ബോട്ടിലേക്ക് ഇതേപോലെ 5 ml അടിക്കുന്ന രൂപത്തിൽ ഇട്ടോ. കണ്ടില്ലേ, ഞാൻ കാണിക്കാം. ഇങ്ങനെ അടിക്കുന്ന ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. 3 ml ടെസ്റ്റർ ബോട്ടിൽ, 5 ml നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ലും ലാസ്റ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള ക്വാണ്ടിറ്റി. 5 ml 20 പ്രാവശ്യം അടിക്കാനുള്ള ക്വാണ്ടിറ്റി ഇത് ഉണ്ടാവും. ഷിപ്പിംഗ് അടക്കമുള്ള ചാർജ് കൂടി നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത് 375 രൂപ കേട്ടോ. ഷിപ്പിംഗ് അടക്കം കേരളത്തിൻ്റെ ഉള്ളിലൊരു ചാർജാണ്. 5 ml ഡീക്കൻ്റെതാ 5 ഐറ്റംസുകൾ. അത് അതിൻ്റെ പേര് സെപ്പറേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും ഒക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എത്ര ഇതിൻ്റെ ലാസ്റ്റിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും ഇത് ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. കാരണം JPG ലേമൽ എലക്സർ വാങ്ങിക്കാൻ ഇത്തിരി പ്രൈസാണ്. കാരണം നല്ല പ്രൈസുള്ള പെർഫ്യൂം അതിനോട് എല്ലാവർക്കും വാങ്ങിക്കാം, അഫോർഡബിൾ അല്ല. അതിനോട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 150 റുപ്പീസിന് ചാർജ് ചെയ്തിട്ട് ഒരെണ്ണത്തിന് ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ഓയിൽസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മസ്റ്റ് ഡേ പെർഫ്യൂമാണ്. പിന്നെ ലതാഫിൻ്റെ ദുഖാന്, ലതാഫിൻ്റെ ഖംറ, ലതാഫിൻ്റെ കഹ്വ എന്നുള്ള ഈ പെർഫ്യൂംസുകൾ കേട്ടോ.